Station. ITL World Junior Idol Season 2 ഈ സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷനിൽ അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഭാഗ്യക്കുട്ടിയാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടുമായി എത്തുന്നു ഭാഗ്യലക്ഷ്മി. ഭാഗ്യക്കുട്ടി, ഹായ് ചേച്ചി. നല്ല ഭംഗിയായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. സ്കേർട്ട് സൂപ്പർ ആയിട്ടുണ്ട്. മോളു, ഇന്ന് സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. ഏത് സോങ്ങാ സെലക്ട് ചെയ്തിരിക്കുന്നത്? നന്ദനം എന്ന മൂവിയിലെ ശ്രീല വസന്തം. ആഹാ, നല്ല സോങ് സെലക്ഷൻ ആണ്. അപ്പൊ നന്നായിട്ട് പാടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ശ്രീലവസന്തം പീലിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി. ശ്രീലവസന്തം പീലിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി. ഗോപീ ഹൃദയം തരളിതമായി, ഗോപീ ഹൃദയം തരളിതമായി, മാധവ സംഗമമായി, രാധാ മാധവ സംഗമമായി. ശ്രീലവസന്തം പേലിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി. നിൻ നീലക്കണ്ണിൽ നാണം മഷിയെഴുതും യാമം, ഈ മായ കണ്ണൻ നീയാ മധുനുകരും നേരം. ആകാശക്കടമ്പിൽ വിരിയും ഒരു നക്ഷത്രക്കുരുന്നു, യമുനയിലെ നീരോളം പരപ്പിൽ തെളിയും ഒരു രാത്തിങ്കൾ തിടമ്പും, ശ്രുതി മുരുകും അമൃത സംഗീത ലയവും ഉണ്ണവും മതിയരസുത്സവം. കൃഷ്ണ നീ ബേക്കണേ വാരോ
വസന്തം വിളിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി. താങ്ക് യു. ഭാഗ്യക്കുട്ടി, ചേച്ചി. സെമി ക്ലാസിക്കൽ റൗണ്ടിലെ പെർഫോമൻസ് കഴിഞ്ഞു അല്ലേ? നന്നായിരുന്നു ഭാഗ്യ. താങ്ക് യു ചേച്ചി. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ഞാൻ ബിചേട്ടിൽ നിന്ന് തുടങ്ങും. ഭാഗ്യ, സർ. നല്ലോണം പാടി മോളെ. നല്ലൊരു പാട്ടാണ്. കാരണം റിയാലിറ്റി ഷോയിൽ എനിക്ക് തോന്നുന്നു അധികം പാടിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഈ പാട്ട്. പക്ഷെ മൗലിയിൽ അതുപോലെ കാർമുകിലുമാണ് 2 പാട്ടാണ് കൂടുതൽ പാടാറുള്ളത്. പക്ഷെ ഈ പാട്ട് അതിസുന്ദരമായിട്ടുള്ളൊരു പാട്ടാണ്. നല്ലോണം പാടി മോള് കേട്ടോ. മോളുടെ ഒരു സ്റ്റൈലിലാണ് പാടിയതെന്നേ ഉള്ളൂ. പക്ഷെ നല്ലോണം പാടി കേട്ടോ. ഇത് ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹം എഴുതി, രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ചെയ്ത ശ്രീ രഞ്ജിത്തിന്റെ നന്ദനം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ദാസ് സാറ് പാടി അഭിനയിച്ച പാട്ടാണ്. സ്ക്രീനിലും അദ്ദേഹം തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു രീതിയുണ്ടല്ലോ, പാട്ടിന്റെ ഒരു രീതിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ആ സ്ക്രീനിൽ വന്നപ്പോൾ ഉണ്ടാകുന്ന ഓഡിയൻസിന്റെ ഒരു വികാരമൊക്കെ പേഴ്സണലി എനിക്ക് വല്ലാത്തൊരു ഇത് ഉണ്ടായി. അദ്ദേഹം പാടി ഇത് വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാട്ടും കൂടി ആകുമ്പോഴേക്കും അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇത് കുറച്ച് കർണാട്ടിക് ബേസ് ഉള്ള പാട്ടാണെങ്കിലും സെമി ക്ലാസിക്കൽ റൗണ്ടിലുള്ള പാട്ട് തന്നെയാണ്. പക്ഷെ കുറച്ച് സ്വീറ്റ്, യമൻ അല്ലെങ്കിൽ കല്യാണിയുടെ വളരെ സ്വീറ്റർ ആയിട്ടുള്ളൊരു ഒരു വേർഷനാണ്. കർണാട്ടിക് മ്യൂസിക്കിൽ അധികം അപ്ലൈ ചെയ്യാത്ത ലൈറ്റ് മ്യൂസിക്കിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു രീതിയിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണ നീ ബേഗനെ ഒരു പക്ക പ്യുവർ കർണാട്ടിക് കൃതി അല്ലെങ്കിലും ഒരു ടുക്കട പോലെയുള്ളൊരു പദം അല്ലെങ്കിൽ ഒരു ഭജൻ അതിൻ്റെ ഇടയിൽ ചേർക്കുകയും ഒക്കെ ഭംഗിയായിട്ടുള്ളൊരു കോമ്പോസിഷനാണ്. എനിക്ക് ആകെ തോന്നിയത് മോളുടെ ഒരു ശൈലിയിലാണ് അത് പാടിയത്. കുറച്ചുകൂടി ലയം, ഇപ്പോൾ നോട്ട് ടു നോട്ടായിട്ടുള്ള ഒരു സഞ്ചാരം ഉണ്ടല്ലോ, അത് ഒന്നുകൂടി മയപ്പെടുത്തി പാടണം മൊത്തത്തിൽ. പിന്നെ സഞ്ചാരത്തിൽ വരാത്ത ഇപ്പോൾ അത്ര ഉള്ളെങ്കിൽ അത്രേ പാടാവൂ. ഗമദനിസ അത്ര ഉള്ളു നോട്ടെങ്കിൽ അത്രേ പാടാവൂ. അതിന്റെ ഇടയിൽ ഒരു 5-6 നോട്ട്, ഒരു 3 എണ്ണം, ഇനി ഒരു 2 അങ്ങനെ പാടരുത്. ഒന്ന് പാടുക, ഒരു ഹമ്മിങ് ഒന്ന് പാടും. അത് നോട്ട് എണ്ണി പാടണം. അത് എങ്ങനെയാ അത് വരുന്നത്? ഇത്രേ വരുന്നുള്ളൂ. അത്രേ വരാൻ പാടുള്ളൂ അതില്. അതിന്റെ കൂടുതൽ വരരുത്. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ പഠിക്കണം കേട്ടോ. അതെനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാട്ടിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി അതിന്റെ ഒരു ബാലൻസ് കൊണ്ടുവരണം. ലൈറ്റ്, ക്ലാസിക്കൽ, കർണാട്ടിക്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വരത്തിൽ നിന്ന് മറ്റൊരു സ്വരത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഒരു മെച്യൂരിറ്റി ഉണ്ട്. അത് മോളൊന്ന് നോക്കണം കേട്ടോ. അത്രേ എനിക്ക് തോന്നിയുള്ളൂ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഭാഗ്യക്കുട്ടി, എന്തോ നന്ദനം എന്ന സിനിമയിലെ വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അതും ദാസാറ് വിഷ്വലിൽ അഭിനയിച്ചേക്കുന്ന ഒരു ഗാനം, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഗാനം തന്നെയാണ് മോള് സെലക്ട് ചെയ്തത്. ബിചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, വളരെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹം. മോള് ഈ പാട്ട് നന്നായി പാടി, അതിന് നല്ലൊരു കേടി കൊടുക്കുക ആദ്യം. പിന്നെ മോളുടെ സ്റ്റൈലിൽ അത് അടിവരയിട്ടും കൂടെ പറയണം. ഇത് മോളുടേതായ ഒരു സ്റ്റൈലില് എനിക്ക് കൂടുതൽ തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ഒഴുക്ക് വരാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മോളിപ്പോ വേറൊരു പാട്ട് പാടുമ്പോൾ അത് ഭയങ്കര രസകരമായിട്ട് പാടും. ഈ ടൈപ്പ് പാട്ട് പാടുമ്പോൾ മോക്ക് ഒരു പിടുത്തം വന്നു പോകുന്നതാണ്. ഇഷ്ടപ്പെട്ട ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നീ നീലക്കണ്ണൻ താര തരരരാ താര, അതൊക്കെ നല്ല നല്ല ഫീല് പാടി. എനിക്ക് കൂടുതൽ ഒത്തിരി സ്ട്രെസ് ചെയ്ത് തോന്നിയേക്കുന്നത് മധുരയിൽ അത് മധുരയിൽ പൗർണമിയായി, വളരെ അത്രയും ഒരു ഇത് കൊടുക്കാണ്ട് മാധവ മോളൊക്കെ അത് ഭയങ്കര സ്ട്രെസ് ചെയ്ത് പാടുന്ന പോലെ തോന്നി ചേച്ചിക്ക്. പിന്നെ എന്താ പറയാ, മൊത്തത്തില് ഈ ഒരു പ്രശ്നം ഒഴിവാക്കിയാൽ
പക്ഷെ പാട്ട് കേൾക്കുന്നവർക്ക് ഒരു വേറൊരു സ്റ്റൈലിൽ മോൾ അത് പാടിയെന്നും പറയാം ശരിക്കും നോക്കുവാണെങ്കിൽ. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം, തുടക്കത്തിലെ ഹമ്മിങ്ങിന്റെ കാര്യം, കുറച്ചുകൂടെ പ്ലാൻസ് ഒക്കെ കുറച്ചുകൂടെ കറക്റ്റ് ആക്കാം മോക്ക്. ഇനിയും ഒത്തിരി നന്നാക്കാം മോക്ക്. ഈ ഡ്രസ്സ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ. ഇതെന്താ പാവാടയിൽ കൂട്ടിയുള്ള ടോപ്പിൽ കൂട്ടി വന്നേക്കുന്നതാണോ? കർട്ടൻ ഇട്ടേക്കുവാണോ മുമ്പില്? പിന്നെ ഇത് എന്താണ് സംഭവം? സ്കേർട്ടിന്റെ മുകളിൽ ഇങ്ങനെ വീതിയിൽ വിരിച്ച് കെട്ടി വെച്ചേക്കുന്നല്ലേ? ഓ, ഭയങ്കരമായിട്ട്. ആരാണെങ്കിലും ഇത് ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. ആ നീല കണ്ണനൊക്കെ എന്ത് രസമായിട്ടാ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഭാഗ്യലക്ഷ്മി നന്നായിട്ട് പാടി മോളെ. രവീന്ദ്ര മാസ്റ്ററുടെ നല്ലൊരു പാട്ട്. യു ഗേവ് വെരി ഗുഡ് ട്രൈ മോളെ. ഈ പാട്ടിന്റെ ഒരു എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു സെമി ക്ലാസിക്കൽ ഗണത്തിൽ വരുന്ന പാട്ടാണെങ്കിലും ഇത് ബേസിക്കലി ഒരു റൊമാൻറ്റിക് കമ്പോസിഷനാണ്. പ്രണയം കൂടി ഉൾപ്പെട്ട ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ്. ബിക്കോസ് സിനിമയുടെ സന്ദർഭം അങ്ങനെയാണ്. പൃഥ്വിരാജ് നവ്യ നായരും ഇരുന്ന് ദാസേട്ടന്റെ കച്ചേരി കേൾക്കുന്നു. അപ്പൊ അവരുടെ പ്രണയം കൂടി ഇടകലർന്ന ഒരു ഗാനമാണ്. അതുകൊണ്ട് തന്നെ മോളുടെ വേറിട്ട ആലാപന ശൈലിയാണെങ്കിൽ കൂടിയും കുറച്ചുകൂടി ഫീൽ, ഈ റൊമാൻറ്റിക് ഫീൽ എന്ന് പറഞ്ഞ ഒരു കാര്യം അത് മോൾക്ക് അറിയാറായിട്ടില്ല. ബട്ട് സ്റ്റിൽ പാട്ടിന്റെ കുറച്ചുകൂടി സുഖിപ്പിച്ച് പാടാം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ ഒരു പെർഫെക്റ്റ് വേർഡ് എന്ന് തോന്നുന്നു. മോള് കുറെ ക്ലാസിക്കലായി. പല്ലവി എന്തുകൊണ്ടും ഇനിയും കുറച്ചുകൂടി സോഫ്റ്റർ ആക്കി പാടാം. കുറെ നല്ല പോർഷൻസ് ഉണ്ടായിരുന്നു. കറക്ഷൻസ് ഉണ്ടായിരുന്നത് മെയിൻ ഫസ്റ്റ് ആലാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അനുപല്ലവിയിൽ വരുന്ന തെളിയും ഒരു എന്ന പോർഷൻ ആൻഡ് ചരണത്തിൽ ഈ വെണ്ണക്കണ്ണൻ, ഇവിടെയാണ് കുറച്ച് മേജർ ഫ്ലോസ് തോന്നിയത്. ബാക്കി അത് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും ഒരു എൻജോയബിൾ പെർഫോമൻസ് തന്നെയായിരുന്നു. നല്ല കോസ്റ്റ്യൂം, റിമി പറഞ്ഞ പോലെ ആപ്റ്റ് കോസ്റ്റ്യൂം ഫോർ ദ സ്റ്റേജ്. ആൻഡ് മോളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതിനും ഒരു വലിയ കയ്യടി തന്നേ മതിയാവൂ. ഓൾ ദ ബെസ്റ്റ് മോളെ. അപ്പം ഈ ഒരു കോൺഫിഡൻസോട് കൂടി എന്നും പാടുക. ഗോഡ് ബ്ലെസ് യു. ഇത് സമ്മാനിച്ച ദാസേട്ടനും രവീന്ദ്ര മാസ്റ്റർക്കും ഗിരീഷ് പുത്തഞ്ചേരി സാറിനും രഞ്ജിത്തേട്ടനും പ്രത്യേക നമസ്കാരം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അനുപേട്ടാ. ഭാഗ്യക്കുട്ടി നല്ല കമന്റ്സ് കിട്ടി, പക്ഷെ മാർക്സ് ഇല്ല. മാർക്സ് ഇപ്പം പറയില്ല. ജഡ്ജസ് അതിപ്പോൾ തീരുമാനിച്ച് നമ്മുടെ മാർക്ക് ബോക്സിലിടും. എന്നിട്ട് എലിമിനേഷൻ, സെമി ഫൈനൽസിന്റെ എലിമിനേഷൻ എപ്പിസോഡിലായിരിക്കും അത് അനൗൺസ് ചെയ്യുന്നത്. അപ്പം അവർ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജസ് അപ്പം മോളുടെ മാർക്ക് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്കത് എലിമിനേഷൻ എപ്പിസോഡിൽ അറിയാം. ഇനി വരുന്ന പെർഫോമൻസ് ഇതിലും നല്ല ബ്രൈറ്റ് ആക്കുക. ഓൾ ദ ബെസ്റ്റ്.